നിപ്പ സ്ഥിരീകരിച്ച കോഴിക്കോട് രാമനാട്ടുകരയിലെ 43-കാരനുമായി സമ്പർക്കം പുലർത്തിയവരിൽ സ്രവപരിശോധന നടത്തിയ 29 പേരുടെയും ഫലം നെഗറ്റീവാണ്. അതേസമയം നിപ്പ ബാധിതന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാത്തതിനാൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗിക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ കൃത്യസമയത്ത് ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നിപ്പ അവലോകന യോഗവും ചേർന്നു. നിപ ബാധിതനുമായി സമ്പർക്കം പുലർത്തിയവർക്ക് രോഗലക്ഷണങ്ങളില്ലാത്തതും സ്രവപരിശോധന നടത്തിയ 29 പേരുടെ ഫലം നെഗറ്റീവായതും വലിയ ആശ്വാസമാണ് പകരുന്നത്. മന്ത്രി കോഴിക്കോട് ക്യാമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചില്ല എന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കിടെ ജില്ലയിലെത്തിയ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ നിപ അവലോകന യോഗം ചേർന്നു. കോഴിക്കോട് കളക്ടർ MS മാധവിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ കളക്ടറേറ്റിലായിരുന്നു ആദ്യ യോഗം. പിന്നാലെ മെഡിക്കൽ കോളേജിൽ എത്തിയ മന്ത്രി നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ആരോഗ്യവകുപ്പ് ഡയറക്ടർ രേണുരാജും ഒപ്പമുണ്ടായിരുന്നു. ഇന്ത്യയിൽ എവിടെയും സ്റ്റോക്കില്ലാതിരുന്ന റെംഡെസിവിർ മരുന്ന് ബഹ്റൈനിൽ നിന്ന് അടിയന്തരമായി എത്തിച്ച് ഇന്ന് പുലർച്ചെയോടെ ആദ്യ ഡോസ് രോഗിക്ക് നൽകിയെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. ഇന്ത്യയിൽ മൊത്തം സ്റ്റോക്ക് ഇല്ലാതിരുന്ന റെംഡെസിവിർ മരുന്ന് അത് ആരോഗ്യവകുപ്പിൻ്റെ അഡീഷണൽ സെക്രട്ടറി രേണു മാഡം തന്നെ മുൻകൈ എടുത്തത്. ആ മരുന്ന് ബഹ്റിനിൽ നിന്നും ഇന്നലെ ഡൽഹിയിലെത്തിച്ച് ഡൽഹിയിൽ നിന്ന് വിമാനമാർഗ്ഗം ഇന്നലെ കണ്ണൂരിൽ കൊണ്ടുവന്നു. ഇന്നലെ രാത്രി, അതായത് ഇന്ന് പുലർച്ചെ തന്നെ അതിൻ്റെ ആദ്യ ഡോസ് രോഗിക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ നിലവിൽ പുതിയ കേസുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മുൻപ് ജില്ലയിൽ ഉണ്ടായിട്ടുള്ള രീതിയിൽ നിപ വ്യാപനം ഇപ്പോൾ ഇല്ലാത്തതിനാൽ കോഴിക്കോട് ക്യാമ്പ് ചെയ്ത് മേൽനോട്ടം വഹിക്കേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉന്നത ഉദ്യോഗസ്ഥരുടെ ലഭ്യതയുള്ളതിനാലും സംസ്ഥാന വ്യാപകമായി ഷിഗല്ല പടരുന്നതിനാലും തിരുവനന്തപുരത്ത് നിന്നുള്ള കേന്ദ്രീകൃതമായ ഏകോപനമാണ് നല്ലതെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. അപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം 135 ഷിഗല്ല കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നേതൃത്വം കൊടുക്കുന്നതല്ലേ കുറേ കൂടി എളുപ്പം. അപ്പോൾ ഇതിനെ 2018 കേസുമായിട്ട് താരതമ്യം ചെയ്യരുത്. അന്ന് ഇവിടെ മുഴുവൻ പേരാമ്പ്ര താലൂക്ക് മുഴുവനെന്ന് നിങ്ങൾക്കറിയാം. നിലവിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് വലിയ ആശ്വാസമാണ്. ആർക്കും തന്നെ നിപ ലക്ഷണങ്ങൾ കണ്ടെത്താനായിട്ടില്ല എന്നത് രോഗവ്യാപന ഭീതി കുറയ്ക്കുന്നുണ്ട്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട വീടുകളിൽ കർശന നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ അവശ്യവസ്തുക്കളും നേരിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ ജാഗ്രത ശക്തമായി തുടരണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. KV Memorial English Medium School near St. Mary's Canning Center, MC Road, Adur. Classes play class to standard 4. Our specialties: quality education, smart class, music, dance and yoga, molding future generation, kids loving passionate teachers, vehicle facility available, an integrated package at affordable cost. KV Memorial English Medium School near St. Mary's Canning Center, MC Road, Adur. Email kvmenglishmediumschool@gmail.com. Web kvmems.in. Learn every moment. Live long life.